ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ് അനറ്റമിസ് ആണ്. അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നാളത്തെ നമ്മുടെ EVS എക്സാമിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പ് എബവ് ദ സ്കൈ അല്ലെങ്കിൽ മാനത്തേക്ക് എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇത് 10 മിനിറ്റിനുള്ളിൽ സെറ്റ് ആക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇന്നത്തെ ഈ ഒരു ക്ലാസ് മുഴുവനായിട്ട് കണ്ടിട്ട് വേഗം തന്നെ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്കറിയാം അപ്പ് എബവ് ദ സ്കൈ അല്ലെങ്കിൽ മാനത്തേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് ആകാശത്തേക്ക് കുറേ വിസ്മയങ്ങളാണ്. ഇപ്പോൾ ആകാശത്തേക്ക് നമുക്കിപ്പോൾ രാത്രി സമയത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് നല്ല നിലാവ് കാണാനായിട്ട് സാധിക്കും, ശരിയല്ലേ? പക്ഷേ ഈ നിലാവിന് നമുക്ക് ഈ പകൽ സമയത്തുള്ള വെയിൽ പോലെ അത്ര ചൂടുണ്ടാവില്ല. കാരണം എന്താണ്? ഈ നിലാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മൂണിൽ നിന്നും അല്ലെങ്കിൽ ചന്ദ്രനിൽ നിന്നും വരുന്ന വെളിച്ചമാണ് അല്ലേ. ഈ നമ്മുടെ ചന്ദ്രൻ ചെയ്യുന്നത് എന്താണെന്നറിയാവോ? മൂണെന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ഉപരിതലത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സർഫസിൽ വന്ന് പതിക്കുന്ന സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു സൺലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന മൂൺ ലൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ നിലാവിന് നമ്മുടെ വെയിൽ പോലെ ചൂടില്ലാത്തത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി അതുപോലെ തന്നെ നമുക്ക് ആകാശത്തെ രാത്രിയിൽ കാണുന്നതാണ് നമ്മുടെ നക്ഷത്രങ്ങൾ. ശരിക്കും എന്താണ് ഈ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്? ജ്വലിക്കുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്കൈസ് ആർ ഹെവൻലി ബോഡീസ് ദാറ്റ് ഷൈൻ ഇൻ ദി സ്കൈ. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ എന്താണ്? യെസ്, നമ്മുടെ സ്വന്തം സൺ അല്ലെങ്കിൽ നമ്മുടെ സൂര്യന് ഒരു എക്സാമ്പിൾ ആണ് അല്ലേ. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം, നമുക്ക് സോളാർ സിസ്റ്റം അല്ലെങ്കിൽ സൗരയൂഥം എൻ്റെ മക്കൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പല ചിത്രങ്ങളിലായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ സൗരയൂഥത്തിൻ്റെ ഏറ്റവും സെൻറ്ററിൽ ആരാണ്? യെസ്, നമ്മുടെ സൂര്യനാണ്. അപ്പോൾ ഈ സൂര്യന് ചുറ്റും ഇതുപോലെ ഒരു നിശ്ചിത പാതയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളെ എൻ്റെ കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവരെ നമ്മളൊരു പേര് വിളിക്കും. എന്താണ്? യെസ്, നമ്മുടെ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ഗ്രഹങ്ങൾ. അപ്പോൾ എന്താണ് പ്ലാനറ്റ്സ്? ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ ബലം വെക്കുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ വസിക്കുന്ന ഭൂമി എന്താണ്? സൂര്യന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ എർത്ത് എന്ന് പറയുന്നതും ഒരു പ്ലാനറ്റ് ആണ്. പക്ഷെ നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഒരാളിങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളായിട്ട് അവിടെ കൊണ്ട് വെക്കുന്നൊന്നുമല്ല, ഭൂമിയിൽ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ ചന്ദ്രൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൂൺ എന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയാം നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഒരു ഗ്രഹമാണ്. അപ്പോൾ ഗ്രഹത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ആകാശഗോളമാണ് നമ്മുടെ ചന്ദ്രൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രഹങ്ങൾക്ക് ചുറ്റും അതിനെപ്പറ്റി പഠിക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ നാച്ചുറലായിട്ടും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ മൂണ് അല്ലെങ്കിൽ നമ്മുടെ ചന്ദ്രൻ എന്ന് പറയുന്നത് നാച്ചുറലായിട്ട്, അതായത് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഉപഗ്രഹമാണ്. പക്ഷെ നമ്മൾ തന്നെ റോക്കറ്റിൻ്റെ സഹായത്തോടു കൂടി ഇതുപോലെ പ്ലാനറ്റ്സിനെ പറ്റി അല്ലെങ്കിൽ ഗ്രഹങ്ങളെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ മുകളിലേക്ക് അയക്കുന്ന കുറച്ച് ഉപഗ്രഹങ്ങളുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം തന്നെ പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 തരത്തിലുള്ളതായിരുന്നു. ഒന്ന് പ്ലാനറ്റ്സും പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ സാറ്റലൈറ്റ്സും പറഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ ഭൂമിയുടെ മൂവ്മെൻറ്റിനെ പറ്റിയാണ്. നമ്മുടെ ഭൂമിയുടെ പ്രത്യേകത എന്താണ്? ഭൂമി അല്ലെങ്കിൽ നമ്മുടെ എർത്ത് ഇങ്ങനെ സ്വയം തിരിയുന്നതായിട്ട് നമുക്കറിയാം. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തവണ റൊട്ടേഷൻ പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും? 24 മണിക്കൂർ എടുക്കും, അല്ലെങ്കിൽ ഒരു ദിവസം എടുക്കും. ഇനി ഇതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് സ്വയം കറങ്ങുന്നതോടൊപ്പം തന്നെ സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു തവണ റെവല്യൂഷൻ പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കും? 365 ദിവസം എടുക്കും. ഇതാണ് നമ്മൾ ഒരു വർഷമായിട്ട് കരുതുന്നത്. ഇനിയാണ് മക്കളെ ഈ ഒരു പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുന്നത്. നിങ്ങളിവിടെ കണ്ടാൽ അറിയാം, നമ്മുടെ സൂര്യനും നമ്മുടെ ചന്ദ്രനും നമ്മുടെ ഭൂമിയും കൂടി നേർരേഖയിൽ വരുന്ന ഒരു പൊസിഷനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇനി അതായത് നിങ്ങളിവിടെ നോക്കിയാൽ അറിയാം മക്കളെ, നമ്മളിപ്പോൾ ഭൂമിയിൽ നിന്ന് നമ്മളിപ്പോൾ ചന്ദ്രനെ നോക്കുകയാണെന്ന് വിചാരിച്ചു. ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ നോക്കുന്ന സമയത്ത് ചന്ദ്രൻ്റെ ഡാർക്ക് സൈഡാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് സൂര്യപ്രകാശം പതിക്കാത്ത ചന്ദ്രൻ്റെ ഭാഗമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമയം അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന സമയം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റില്ല. ഈ ഒരു ദിവസത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂ മൂൺ ഡേ അല്ലെങ്കിൽ അമാവാസി അല്ലെങ്കിൽ കറുത്തവാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിൽ ആരാണ് സെൻറ്ററിൽ വരുന്നത്? നമ്മുടെ ചന്ദ്രനാണ് സെൻറ്ററിൽ വരുന്നത്. പക്ഷെ നിങ്ങൾ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഇവിടെ ആരാണ് സെൻറ്ററിൽ വരുന്നത്? നമ്മുടെ ഭൂമിയാണ് സെൻറ്ററിൽ വരുന്നത്. അതേസമയം നമ്മളിപ്പോൾ ഭൂമിയിൽ നിന്ന് നമ്മുടെ ചന്ദ്രനെ നോക്കുവാണ്.
കേട്ടോ. ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ നോക്കുക. അങ്ങനെ ചന്ദ്രനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രൻ്റെ ആ ഒരു ലൈറ്റർ റീജിയനാണ് നമുക്ക് ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ സൂര്യപ്രകാശം വന്ന് പതിച്ച ഭാഗമാണ് നമ്മുടെ ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചന്ദ്രനെ വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസത്തെ വിളിക്കുന്ന പേരാണ് മക്കളെ ഫുൾ മൂൺ ഡേ, അല്ലെങ്കിൽ പൗർണമി, അല്ലെങ്കിൽ വെളുത്ത വാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ദിവസങ്ങളും ആ 2 ദിവസങ്ങളിൽ വരുന്ന നമ്മുടെ എർത്തിൻ്റെയും നമ്മുടെ സണ്ണിൻ്റെയും നമ്മുടെ മൂണിൻ്റെയും പൊസിഷൻ മക്കൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ആ ഒരു ഈ ഡാർക്ക് അല്ലെങ്കിൽ നമ്മുടെ കറുത്ത വാവും ഈ കാണുന്ന ലൈറ്റഡ് ആയിട്ടുള്ള ഫുൾ മൂണും അവർക്കിടയിൽ ഉണ്ടാവുന്ന ഈ ഒരു കളർ ചേഞ്ചില്ലേ, അതായത് ഈ ഒരു ഷെയ്ഡ് ചേഞ്ച് വരുന്നത്, ആ ഒരു വലുപ്പ വ്യത്യാസം, ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വരയ്ക്കാനായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി അടുത്തത് നമ്മൾ മൂണിൻ്റെ കുറച്ച് പ്രത്യേകതകളാണ് പറയുന്നത്. മൂണിൻ്റെ സർഫസ് നമ്മൾ ഇവിടുന്ന് കാണുന്നത് പോലെ അത്ര പോളിഷ്ഡ് അല്ല. എങ്ങനെയാണ്? നിറയെ പാറകളും കുന്നുകളും കുഴികളും ഉണ്ട്, അതായത് ഫുൾ ഓഫ് റോക്സ് ആൻഡ് പിറ്റ്സ് ആൻഡ് ഹിൽസ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ മൂണിൽ ആദ്യമായിട്ട് ഇറങ്ങിയ അദ്ദേഹത്തിൻ്റെ പേരാണ് നീൽ ആംസ്ട്രോങ്. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രയാൻ ദൗത്യത്തെ പറ്റിയും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനിയായിരുന്നു മിസ് നേരത്തെ പറഞ്ഞ നമ്മുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. അതിന് കുറച്ച് എക്സാമ്പിളാണ് ആര്യഭട്ട, എജുസാറ്റ്, ഇൻസാറ്റ്, 3A. അപ്പോൾ എന്താണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ഡെഫിനിഷൻ ഓർത്തിരിക്കുക. മനുഷ്യൻ വിവിധ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപഗ്രഹങ്ങളെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. Artificial satellites are the satellites made by the man and sent to space for various purpose. എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്? ഇതാ നിങ്ങൾക്ക് ഇവിടെ 3 ആവശ്യങ്ങൾ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ടതാണ്, ഇത് നിങ്ങൾ നിർബന്ധമായും ഓർത്തിരിക്കുക. ഏതൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വാർത്താവിനിമയം, പിന്നെ എന്താണ്, വെതർ ഫോർകാസ്റ്റ്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ അല്ലേടാ? അപ്പം നമ്മളിതാ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ അപ്പ് എബൌട്ട് ദ സ്കൈ എന്ന് പറയുന്നത് വളരെ സ്പീഡിൽ മിസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പല ക്ലാസ്സുകളായിട്ടും പല ലൈവ് ക്ലാസ്സുമായിട്ടും നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതുകൊണ്ടാണ് മിസ് കുറഞ്ഞ സമയം കൊണ്ട് വളരെ ഫാസ്റ്റിൽ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് നമ്മുടെ പ്രാണ എൻഡ് ഗെയിമിൻ്റെ കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അതാ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ആനുവൽ എക്സാം ആണ്. അപ്പോൾ ഇനി കംപ്ലീറ്റ് റിവിഷൻ ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള റിവിഷൻ ബാച്ചാണ് നമ്മുടെ പ്രാണ എൻഡ് ഗെയിം. അപ്പോൾ ഇതിന് കറക്റ്റായിട്ടുള്ള, അതായത് പ്രൈസ് എന്ന് പറയുന്നത് 999 രൂപയാണ്. പക്ഷേ നമ്മുടെ ക്രിസ്മസ് പ്രമാണിച്ച് എക്സ്മസ് 25 എന്ന് പറയുന്ന ഒരു കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് വെറും 899 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അതുമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ഈ ഒരു ഫോൺ നമ്പറിൽ ജസ്റ്റ് ചെയ്താൽ മതി, ഒന്ന് വിളിച്ച് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ മക്കളെ, നാളത്തെ എക്സാം നമ്മൾ ഇത് സെറ്റാക്കാൻ പോവാണ്. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.